നമസ്കാരം. ആമസോൺ പ്രൈം വീഡിയോയിലുള്ള പോച്ചർ എന്ന സീരീസിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പോച്ചർ സീരീസ്, വൈ പോച്ചർ ഈസ് ഗുഡ്. അപ്പോൾ അതിലെ മെയിൻ പോയിന്റ്സ് പറയുകയാണെങ്കിൽ പാഷൻ, ഡെഡിക്കേഷൻ, ആക്ടിംഗ് ബ്രില്യൻസ്, ത്രില്ലർ, ഇതൊക്കെയാണ്. പിന്നെ ഇമോഷണൽ കണക്ഷൻ, നേച്ചർ, ആനിമൽ, ആ രീതിയിലുള്ള കണക്ഷൻ. നേച്ചർ ലവേഴ്സിനും ആനിമൽ ലവേഴ്സിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണക്ഷൻ. ഇങ്ങനത്തെയൊക്കെയാണ് മെയിൻ പോയിന്റ്സ്. അപ്പം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ പാഷൻ. ഇതിൽ ക്യാരക്ടേഴ്സിന് അവർ ചെയ്യുന്ന ജോലിയോടുള്ള പാഷൻ, ഇതിൽ ആക്ടേഴ്സിന് അവർ ചെയ്യുന്ന ക്യാരക്ടറിനോടുള്ള പാഷൻ ആൻഡ് ഡെഡിക്കേഷൻ. സോ അതുകൊണ്ടാണ് ഇത്ര നല്ല ഒരു സാധനം, ഒരു ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. നിമിഷ സജൻ ആയിക്കോട്ടെ, റോഷൻ ആയിക്കോട്ടെ, അതിൻ്റെ ഏറ്റവും ചീഫ് ലീഡറായിട്ട് അഭിനയിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം ആയിക്കോട്ടെ, ആരെ എടുത്താലും ആ ഒരു 100% കൊടുത്തിരിക്കുന്ന ആ ഒരു അഭിനയം, കനി കുസൃതി ആയിക്കോട്ടെ, എല്ലാവരും ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് അതിൽ ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഡെഡിക്കേഷൻ. പിന്നെ അതിലെ ക്യാരക്ടേഴ്സിനുള്ള ആ ഒരു പാഷൻ, അവർ ചെയ്യുന്ന ജോബിനുള്ള പാഷൻ, ഊണുറക്കം ഉപേക്ഷിച്ച് വളരെ ബ്രേവായിട്ട്, സ്മാർട്ടായിട്ട്, എല്ലാത്തിനും റെഡിയായിട്ട്, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു അതിലേക്ക് എത്തിച്ചേരുന്ന ആ രീതി ഭയങ്കര രസമുണ്ടായിരുന്നു. അത് കാണുമ്പം ഓഡിയൻസും പെട്ടെന്ന് നമ്മളിലുള്ള ഒരു പ്രകൃതി സ്നേഹം, ഒരു മൃഗസ്നേഹമൊക്കെ ഉണരുകയാണ്. നമ്മളും അവരുടെയായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഇമോഷണൽ കണക്ഷൻ വരികയാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മളും അതിലേക്ക് ഇറങ്ങുകയാണ്, ആ സ്റ്റോറിയിലേക്ക് ഇറങ്ങുകയാണ്. ത്രില്ലർ എന്തുകൊണ്ടാവുന്നതെന്ന് വെച്ചാൽ, അതിൻ്റെ ഏറ്റവും ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് ഏറ്റവും മേളിൽ വരെയുള്ള ഓഫീസേഴ്സ് ആയിക്കോട്ടെ, അതിൻ്റെ ലീഡ് ആയിക്കോട്ടെ, അതിൻ്റെ പോകുന്ന കഥ, ആ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു പോകുന്ന രീതി ആയിക്കോട്ടെ, എല്ലാം ലൈവായിട്ട് വളരെ ത്രില്ലിംഗ് ആയിട്ട് നമ്മളോട് ഷെയർ ചെയ്യാണ്. സോ ഈച്ച് ആൻഡ് എവറി പോയിന്റ് എന്നുള്ള രീതിയിൽ. സോ ആ പാട്ടെന്ന് പറയുന്നത് വളരെ വളരെ ത്രില്ലിംഗ് ആണ്. അതാണ് അത് ത്രില്ലറായത്. എനിക്ക് തോന്നുന്നില്ല ഈ മാതിരി രീതിയിലൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറി ഞാൻ എവിടെയും കണ്ടതായിട്ട്. അപ് ടു ലൈവ് എന്ന് പറയുന്ന പോലെ ഓരോ ഓഫീസേഴ്സിന്റെ ട്രാക്കുകളും താഴെ നിന്ന് മേലോട്ട് വരെയുള്ള ഒരു ഹൈറാർക്കി കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ, ഡൽഹിയിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് എല്ലാം സൈമൾട്ടേനിയസ് ആയിട്ട് കഥ കോർഡിനേറ്റ് ചെയ്ത് വന്ന ആ ഒരു രീതി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ പ്രകൃതി സ്നേഹം, പ്രകൃതി നശിപ്പിക്കുന്നത്, ഇങ്ങനെ രണ്ട് ടീമായിട്ട് നിന്നിട്ട് അവർക്ക് രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള റീസൺസ് ഉണ്ട്, അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള ആ റീസൺസ് പറഞ്ഞ്. എന്നാൽ ചില റീസൺസ് ഒന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതെല്ലാം പറഞ്ഞു വെക്കുന്നത് തന്നെയാണ് സിനിമ. സോ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടിങ് കാണാൻ താല്പര്യമുള്ളവർ, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ്, ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവർ, എന്താണ് ഇമോഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങൾ കണക്റ്റ് ആയിട്ട് അത് എക്സ്പെക്ട് ചെയ്യുന്നവർ, അങ്ങനെ പല രീതിയിൽ നിൽക്കുന്നവർക്ക് പോച്ചർ ഈസ് ഗുഡ്. പോച്ചർ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് തരും. പല സ്ഥലത്തും ഒരു ആ കാടിൻ്റെ ഒരു വന്യത കാണിക്കുന്നു. അതില് കാട്ടുമൃഗങ്ങളെ, പക്ഷികളെയൊക്കെ കാണിക്കുന്നത് ഒരു വല്ലാത്തൊരു അമേസിങ്, ഒരു വന്യമായ ഒരു സൗന്ദര്യത്തോടെയാണ് സീരീസിൽ കാണിച്ചിരിക്കുന്നത്. സോ അത് നിങ്ങൾ തന്നെ കണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതിൻ്റെ വളരെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു റിവ്യൂ ആണ്.
ഞാനതിൻ്റെ നമ്മൾ കാണുന്ന വിഷ്വലിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ അവർ അഭിനയിക്കുന്ന ഒരു റോഷൻ ഒരു പ്രത്യേക ഒരു സീനില്ല, ഈ ഉറക്കമൊക്കെ ഇല്ലാതിരിക്കുമ്പോഴത്തേനും കുറച്ച് കാര്യങ്ങൾ നിമിഷയോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്രത്യേക സീനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫുൾ ബോഡി ഈസ് ആക്ടിങ്. സോ അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി 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 മൊമെന്റ്സ് ഇതിനകത്ത് നമുക്ക് പറയാൻ ഞാനിപ്പം റിവ്യൂ പറയുമ്പോൾ ചിലപ്പോൾ മിസ്സായിപ്പോവും. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ശരിക്കും അതിൽ പറയാനായിട്ട്. ഓരോരുത്തരുടെ അഭിനയത്തെക്കുറിച്ച് കലികുസൃതിയൊക്കെ വേറെ ലെവലായിരുന്നു. നല്ല രസമുണ്ട് ആ ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഓഫീസറായിട്ടൊക്കെ ഉള്ള ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനത്തെ ഒരു റോള് അവരുടെ ഞാൻ കണ്ടിട്ടില്ല. സോ അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇത്രയും പറഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും കുറെ കാര്യങ്ങൾ അതിനകത്ത് ഞാൻ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഒരു വന്യമായ നമ്മളൊരു കാട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു വന്യത സീരീസിലുണ്ട്. കുറച്ച് ആത്മാർത്ഥമുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന കുറച്ച് മനുഷ്യരെ കാണാൻ പറ്റും. അവരൊക്കെ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി, പിന്നെ അവർക്ക് അവരുടെ ഫോറസ്റ്റിൽ ഒക്കെ ജോലി ചെയ്യുന്ന അവരുടെ ഒരു ഡെഡിക്കേഷൻ, അവരെന്തുകൊണ്ടാണ് ആ ജോലി കണ്ടിന്യൂ ചെയ്യുന്നുള്ള ആ ഒരു തരത്തിലുള്ള ഡെഡിക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇൻഫർമേഷൻ രീതിയിൽ പ്രകൃതി സംരക്ഷണത്തിൻ്റെയും ഓരോ ആനകളുടെ സംരക്ഷണത്തിൻ്റെയൊക്കെ ഒക്കെ എന്തിനാണ് നമ്മൾ ഇത്രയും ക്യൂരിയസ് ആവേണ്ടതെന്നുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻ അത് ഇത് സിനിമ തരുന്നുണ്ട്. നമുക്കിനി ഒരിക്കലും ആരുടെയും വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ കയ്യിൽ ആനക്കൊമ്പിന് ഇന്ന സാധനം ഉണ്ട്, അത് ഇതുണ്ടെന്ന് വന്ന് തള്ളുമ്പോൾ നമുക്ക് ഒരിക്കലും അതൊരു ആസ്വദിക്കാൻ പറ്റില്ല. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ആ ഒരു ലെവലിലേക്ക് അവര് കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഈ ഒരു ആക്ടിവിസ്റ്റുകളാക്കുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. സിനിമയല്ല, സീരീസ്. സോ ഇപ്പം 8 എപ്പിസോഡ് വരെയാണ് ഞാൻ അത് കണ്ടത്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് സീസൺ ഇതിൻ്റെ കൂടെ തന്നെ ഇനി ഇത് കഴിയുമ്പം കാണുമായിരിക്കാം. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. സോ എല്ലാവരും കാണുക, നിങ്ങളുടെ അഭിപ്രായം പറയുക.